അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജാറ വ്യവസായ കേന്ദ്രങ്ങളിലൂടെ പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുകയാണ് പുരോഹിതന്മാർ. അത്തരം കേന്ദ്രങ്ങളിലേക്ക് ഉറൂസിന്റെ പേര് പറഞ്ഞായാലും സിയാറത്ത് എന്ന പേര് പറഞ്ഞാലും ആളുകളെ കൊണ്ടുപോകുന്നത് പുരോഹിതന്മാർക്ക് സാമ്പത്തിക ചൂഷണം നടത്താൻ വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആത്മീയ മജ്‌ലിസുകളും ജാറ വ്യവസായ കേന്ദ്രങ്ങളും ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്തരം പ്രവണതകൾ തെറ്റാണ് എന്നും ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് ആളുകൾ പോകരുത് എന്ന് അടക്കം പറയുന്ന ഒരവസ്ഥയിലേക്ക് ചില മുസ്ലിയാക്കന്മാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഭീമാപ്പള്ളിയിലെ ചന്ദനക്കുടം നേർച്ച അത് ഇനി അടുത്ത പ്രാവശ്യം മുതൽ ഉണ്ടാകില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതേപോലെ തന്നെ ഖബറിന്റെ അടുക്കൽ പോയി, കെട്ടിപ്പൊക്കിയ ഖബറിന്റെ അടുക്കൽ പോയി ആ ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യുകയും ആ ഖബർ തൊട്ടുമുത്തുകയും അല്ലെങ്കിൽ ആ ഖബർ തന്നെ ചുംബിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരം പ്രവണതകളും തെറ്റാണ് എന്ന് ഒരു ബാക്കവി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. മൊഹീനുദ്ദീൻ ബാക്കവി എന്ന പേരിൽ അറിയപ്പെടുന്ന EK സമസ്തയുടെ പണ്ഡിതനാണെന്ന് തോന്നുന്നു. അദ്ദേഹം എഴുതി വെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്. നമുക്ക് അതൊന്ന് വായിക്കാം. ഖബറുകൾ തൊടുന്നതും ചുംബിക്കുന്നതും തെറ്റാണ്. മൊഹീനുദ്ദീൻ ബാക്കവി. സംഭാവനകൾ ഇവിടെ ഏൽപ്പിക്കുക എന്ന് മിക്ക മക്കാമുകളുടെയും മുമ്പിൽ എഴുതി വെച്ചത് കാണാം. മക്കാം നടത്തിപ്പുകാരോട് പറയാനുള്ളത്, നിങ്ങൾ വാങ്ങുന്ന സംഭാവനയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഇതിനൊപ്പം ഖബർ തൊടുന്നതും ചുംബിക്കുന്നതും വിവരക്കാടാണെന്ന് എഴുതിയ ഒരു ബോർഡ് കൂടി മക്കാമിന്റെ പരിസരത്ത് വെക്കണമെന്നാണ്. ആരും പറയാനില്ലാത്തത് കൊണ്ട് മഖബറുകളിൽ ബിദ്അത്ത് വല്ലാതെ കൂടി വന്നിട്ടുണ്ട്. നാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ കൂട്ടി ഫാമിലി സിയാറത്ത് എന്ന ഓമന പേരിട്ട് സിയാറത്ത് യാത്ര നടത്താൻ ഉസ്താദുമാർ തന്നെ നേതൃത്വം നൽകുമ്പോൾ ഇതൊക്കെ ചീപ്പ് കേസല്ലേ? ചിലരൊക്കെ ഖബറിന്മേൽ മുഖവും തലയും വെക്കുന്നത് വരെ കാണാം. കേരളത്തിൽ ഇതുവരെ കാണാത്ത സുജൂദ് വരെ ചിലയിടങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അത് സുജൂദ് അല്ല, ഭൂമിയിൽ നെറ്റിവെക്കലാണ് എന്നാണ്. കഴുത സമാനമായ പണ്ഡിതന്മാർ ഉണ്ടാകുമ്പോൾ ന്യായങ്ങൾക്ക് കഴുത ബുദ്ധിയുടെ പവറേ ഉണ്ടാകൂ. ബോർഡിൽ എഴുതാനുള്ള മാറ്റർ തരാം, ആരും വഹാബി ആക്കാൻ വരേണ്ട, എന്റേതല്ല, ഇമാം നവവി തങ്ങളുടേതാണ്, എന്റെ വക ഒന്നുമില്ല. സഹോദരങ്ങളെ, വായിച്ചപ്പോൾ എന്താണ് തോന്നിയത്? ഇവിടെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ, ചില മുസ്ലിയാക്കന്മാരുടെ ന്യായീകരണങ്ങൾ, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വഹാബിയാക്കുന്നു എന്നുള്ള ആ ഒരു സംസാരം, അതൊക്കെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ജാറ വ്യവസായ കേന്ദ്രങ്ങളിൽ പുരോഹിതന്മാർ കാട്ടിക്കൂട്ടുന്ന പല കോപ്രായങ്ങളും ഇസ്ലാമികമായി യാതൊരു ബന്ധവുമില്ല എന്ന് കൃത്യമായി മുസ്ലിയാക്കന്മാർക്ക് തന്നെ അറിയാം. എന്നിട്ടും അവർ പറയാതിരിക്കുന്നത് അവരുടെ നിലനിൽപ്പിന് തന്നെ അത് പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ടാണ്. വഹാബി ചാപ്പകുത്തി അദ്ദേഹത്തെ ജോലി സ്ഥാനത്ത് നിന്ന് പുറത്ത് ഇടും, ഇല്ലെങ്കിൽ ബഹിഷ്കരണം ഉണ്ടാകും. ഇങ്ങനെ പല പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പല മുസ്ലിയാക്കന്മാർ അവിടെ തന്നെ നിലനിൽക്കുകയാണ്. എന്നാൽ ചില ആളുകൾ സഹികെട്ട് ചിലതൊക്കെ വിളിച്ചു പറയും. അവർക്കൊക്കെ മിക്ക ആൾക്കാർക്കും പണി കിട്ടാറുമുണ്ട്. ഇനി ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്താകും എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന് മറുപടിയായി ആളുകൾ വന്നിട്ടുണ്ട്. ഷജറ ഗ്രൂപ്പുകാരനായ അമ്പലക്കടവ് അമീദ് ഫൈസിയുടെ മൈക്കയായ മുസ്ലിയാര് തന്നെ അദ്ദേഹം പലതും വിളിച്ചു പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇദ്ദേഹം ബോർഡ് വെക്കാൻ കൽപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമുക്കൊന്ന് വായിക്കാം. അത് ഇമാം നബിയുടെ വാക്കാണ്, എന്റെ വകയല്ല എന്ന് ബാക്കവി തുറന്നു പറയുന്നുണ്ട്. എന്നെ ആരും വഹാബിയാക്കാൻ വരേണ്ട, എന്റെ വക ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. നമുക്കതും കൂടി ഒന്ന് വായിക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? തിരുനബിയുടെ ഖബർ വലം വെക്കാൻ പാടുള്ളതല്ല. പള്ളയും മുഖവും ഖബർ ചുമരിനോട് ചേർത്ത് വെക്കൽ വിലക്കപ്പെട്ടതാണ്. കൈകൊണ്ട് ഖബർ തൊടലും ചുംബിക്കലും മോശമാണ്. ജീവിതകാലത്തെന്ന പോലെ ഖബറിന് അകലെ നിൽക്കലാണ് മര്യാദ. ഞാൻ ഈ പറഞ്ഞത് മാത്രമാണ് ശരി. പണ്ഡിതന്മാരെല്ലാം ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായക്കാരാണ്. ഇതൊക്കെ ഇമാം നവവിയുടെ വരികളായിക്കൊണ്ടാണ് ബാക്കവിയുടെ പറയുന്നത്. സാധാരണക്കാർ ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് കണ്ട് നീ അതിൽ വീഴേണ്ട. കാരണം പണ്ഡിത മൊഴികളാണ് പ്രവർത്തനങ്ങൾക്ക് ആധാരമാക്കേണ്ടത്. സാധാരണക്കാർ ചെയ്യുന്ന വിവരക്കേടുകളും പുതുമകളൊന്നും നീ മൈൻഡ് ചെയ്യരുത്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാളിന്റെ മഹൽ വചനം എത്ര മനോഹരമാണ്. അദ്ദേഹം പറഞ്ഞു, നീ സത്യമാർഗം പിന്തുടരുക, അത് സ്വീകരിക്കുന്നവരുടെ എണ്ണക്കുറവ് നീ വിഷയമാക്കേണ്ട. പിഴച്ച വഴി നീ സൂക്ഷിക്കണം. പിഴച്ച വഴിയിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം ധാരാളമാണ് എന്നതുകൊണ്ട് നീ പ്രയാസപ്പെടേണ്ടതില്ല.
കൈകൊണ്ട് കബറ് തൊടലും മറ്റും കൊണ്ട് കൂടുതൽ ബർക്കത്ത് കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തനി വിവരക്കേടും അശ്രദ്ധയുമാണ്. പരിശുദ്ധ ദീനിനോടും പണ്ഡിത മൊഴികളോടും യോജിക്കുന്നതിന് മാത്രമാണ് ബർക്കത്ത് ഉണ്ടാവുക. അതിനെതിരെ പ്രവർത്തിക്കുന്നതിൽ എങ്ങനെ ബർക്കത്ത് കിട്ടാനാണ്? ഇയാള് 456. അദ്ദേഹം തുടർന്ന് പറയുന്ന ഭാഗം കൂടി നമുക്കൊന്ന് വായിക്കാം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയ ആള്, ഇതൊക്കെ ഇവിടെ എത്ര കാലമായി, വലിയ പണ്ഡിതന്മാർ വരെ കണ്ടിട്ട് ഇത് എതിർത്തിട്ടില്ല എന്നൊക്കെ ആയിരിക്കും പറയുക. അവരോട് ഇതാണ് പറയാനുള്ളത്. ഇമാം നവവി തങ്ങളോടും ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും എന്നാണ്. പണ്ഡിത ശ്രേഷ്ഠന്മാർ നിറഞ്ഞ ഇമാം നവവി തങ്ങളുടെ കാലത്ത് തന്നെയുള്ള കാര്യമാണല്ലോ ബഹുമാനപ്പെട്ടവർ പറയുന്നത്. എല്ലാവരുടെയും ആളായി ആക്ഷേപങ്ങൾ വയന്ന് ന്യായങ്ങൾ കണ്ടെത്തി തെറ്റുകൾ കണ്ടാൽ മിണ്ടാതിരിക്കുന്നതല്ല പണ്ഡിത ധർമ്മം. അത് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞത് കൃത്യമായി പണ്ഡിതന്മാർ അത് നിറവേറ്റണം. മതപരമായി തെറ്റായ ഒരു കാര്യം സമൂഹത്തിനിടയിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ, സ്വന്തം അനുയായികൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ കൃത്യമായി വ്യക്തമായി അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് പണ്ഡിതന്മാരുടെ ധർമ്മമാണ്. അതാണ് ഇദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം പറയുന്നത് അദബും ബഹുമാനവും കവിഞ്ഞൊഴുകി സംഭവിക്കുന്നതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു. ഇതൊക്കെ സാമാന്യവൽക്കരിക്കാൻ ആരും കമന്റ് ബോക്സിൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇബാറത്ത് അവിടെ കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ? ഇബാറത്ത് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇമാം നവവി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വിഷയം ഇവിടെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് മറുപടി ആയിക്കൊണ്ട് ഷജറ മരക്കുറ്റി മരവാൾ ഗ്രൂപ്പിലെ അമ്പലക്കടവ് അമീദ് ഫൈസിയുടെ മൈക്കയായ ഫൈസിയുടെ സംസാരം ഇതിന് ഗണ്ണനമായിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. മൊയ്നുദ്ദീൻ ബാക്കവി എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി. ഖബറുകൾ തൊടുന്നതും ചുംബിക്കുന്നതും തെറ്റാണ് എന്നാണ് അയാളുടെ പോസ്റ്റിൻ്റെ ഹെഡിങ്. ധാരാളം വഹാബികൾ ഇയാളെ പിന്തുണച്ചുകൊണ്ട് കമൻറ്റ് ബോക്സിൽ നിറഞ്ഞ് ആടുന്നുമുണ്ട്. സംഭാവനകൾ ഇവിടെ ഏൽപ്പിക്കുക എന്ന് മിക്ക മക്കാമുകളുടെയും മുമ്പിൽ എഴുതി വെച്ചത് കാണാം. മക്കാം നടത്തിപ്പുകാരോട് പറയാനുള്ളത്, നിങ്ങൾ വാങ്ങുന്ന ഈ സംഭാവനകളിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഇതിനൊപ്പം ഖബർ തൊടുന്നതും ചുംബിക്കുന്നതും വിവരക്കേടാണ് എന്ന് എഴുതിയ ഒരു ബോർഡ് കൂടി മക്കാമിൻ്റെ പരിസരത്ത് വെക്കണമെന്നാണ്. എന്നിട്ട് ഇയാൾ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇലാഹിലെ ഇബാറത്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഖബർ ചുംബിക്കലും തൊടുന്നതുമൊക്കെ കറാഹത്താണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട്. കേട്ടില്ലേ? അദ്ദേഹത്തിന്റെ ആ ലേഖനത്തിന്റെ ഏതാനും ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് ഇമാം നവവിയുടെ ഇബാറത്തൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. ഖബർ തൊട്ടുമുത്തുന്നതും ചുംബിക്കുന്നതും ഒക്കെ തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു. ഇനി അദ്ദേഹം പറഞ്ഞത് ആരുടെ പേരിലാണ്? ഇമാം നവവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇബാറത്തടക്കം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇവിടെ ഇത് ആർക്കുള്ള മറുപടി ആയിട്ടാണ് വരിക? ഇമാം നവവിക്കുള്ള മറുപടിയാണോ അതല്ല ബാക്കവിക്കുള്ള മറുപടിയാണോ? കൃത്യമായി നമുക്കറിയാം ഇമാം നവവിക്കുള്ള മറുപടിയാണ്. കാരണം ഇമാം നവവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇമാം നവവിയുടെ ഇബാറത്ത് മാത്രം അദ്ദേഹം അവിടെ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വക അതിലൊന്നും പറയുന്നില്ല. ആരുടെ വക? മൊഹീനുദ്ദീൻ ബാക്കവിയുടെ വക ഒന്നും പറയുന്നില്ല. മൊഹീനുദ്ദീൻ ബാക്കവിക്ക് മറുപടി എന്ന രീതിയിൽ ഇമാം നവവിക്ക് മറുപടി പറയാൻ വന്നിരിക്കുകയാണ് ആര്? മരക്കുറ്റിക്കാരൻ. നമ്മുടെ അമ്പലക്കടവ് അമീദ് ഫൈസിയുടെ മൈക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നതാണ് നമ്മളിൽ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന്റെ മറുപടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വഹാബിസം കൊണ്ടുവന്ന വക്കം മൗലവിയും കെ എം മൗലവിയും ഒന്നും ആദ്യം വഹാബികളായിരുന്നില്ല. എല്ലാവരും സുഹാബികളായിട്ടാണ് തുടങ്ങിയത്. ഇതുപോലുള്ള വാദങ്ങൾ ഈ നഹ്വി ഇമാമിൻ്റെ ഇബാറത്തൊക്കെ കൊണ്ട് തന്നെയാണ് അവരും തുടങ്ങിയത്. പഴയകാലത്ത് വഹാബികൾ ഇറക്കിയിരുന്ന ചില നമ്പറുകളാണ് ഇതൊക്കെ. പഴയകാലത്തെ വഹാബികൾ ഇറക്കിയ ചില നമ്പറുകളാണ് ഇതൊക്കെ എന്നാണ് ഈ മരക്കുറ്റി പറയുന്നത്. നഹ്വി ഇമാമിൻ്റെ ഇബാറത്തൊക്കെ എടുത്തിട്ട് അതിന് ഏത് തരത്തിലാണ് അത് കറാഹത്താകുന്നത്, ഏത് തരത്തിൽ കറാഹത്തല്ല എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുടെ ഇബാറത്തുകളൊക്കെ മൂടി വെച്ചിട്ട് മഹാന്മാരുടെ മക്ബറകളിലേക്ക് ആളുകൾ ചെല്ലുന്നത് തടയാനും മുടക്കാനുമൊക്കെയുള്ള, അവിടെ നിന്ന് ബറക്കത്തെടുക്കുന്നത് തടയാനുമൊക്കെയുള്ള ശ്രമങ്ങൾ ആദ്യം തുടങ്ങിയത് വഹാബികളാണ്. ഇപ്പോ ഇമാം നബവിയുടെ ഇബാറത്ത് വളച്ചൊടിച്ചു, അതിനെ പണ്ഡിതന്മാർ ഇങ്ങനെ വ്യാഖ്യാനിച്ചു എന്നൊക്കെയാണ് ബാക്കവി എഴുതി വെച്ച് നമ്മൾ വായിച്ചല്ലോ. അവിടെ എന്താ പറഞ്ഞത്? അതിനൊരു വേറൊരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ? അത്രയും കൃത്യമായി പറഞ്ഞ കാര്യത്തിന് അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യമില്ലല്ലോ. അത്രയും കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഷാഫി മദ്ഹബുകാരാണെന്ന് അവകാശപ്പെടുന്ന ഈ പറയുന്ന മരക്കുറ്റിയുടെ മറുപടിയാണ് ബഹുരസം. നമുക്ക് അതിലേക്ക് കടക്കാം. എന്നാൽ ഈ വഹാബികൾ തന്നെ
അവരുടെ തുടക്കം തന്നെ ഇതുപോലെയുള്ള സുഹാബികളായിട്ടായിരുന്നു അവർ തുടങ്ങിയത്. കെ എം മൗലവിയും വക്കം മൗലവിയൊക്കെ അവരുടെ ഫോട്ടോ ഒന്ന് എടുത്തു നോക്കിയാൽ തലയെക്കെട്ട് കെട്ടിയത് കാണാം. ഇന്ന് തലയെക്കെട്ട് കെട്ടുന്നതിനോട് മുജാഹിദുകളുടെ നിലപാടെന്താണ്? ഒരിക്കലും അങ്ങനെ ഒരു സുന്നത്തില്ല എന്ന് പറയുന്നവരാണ്. പക്ഷേ അന്നത്തെ വഹാബികളൊക്കെ ഇതുപോലെ തലയെക്കെട്ട് കെട്ടി തുടങ്ങിയവരായിരുന്നു. അവർ സുഹാബിസമാണ് ആദ്യം പ്രചരിപ്പിച്ചത്, പിന്നെയാണ് വഹാബിസത്തിലേക്ക് വന്നത്. ചങ്ങായി ഇവിടെ പറഞ്ഞു വരുന്നത് ആ ബാക്കവിയെ ഒന്ന് വഹാബിയാക്കി എടുക്കണം. അദ്ദേഹം അവിടെ പറഞ്ഞ ആ വരികളുണ്ടല്ലോ, എന്നെ ഇത് പറഞ്ഞ് വഹാബിയാക്കാനൊന്നും ആരും വരേണ്ട എന്ന് പറഞ്ഞത്, അത് കൃത്യമാണ്. ഇവിടെ വടക്കാക്കി തടിക്കാക്കുക എന്നുള്ള ഒരു രീതിയാണ്. അമ്പലക്കടവ് അമീദ് ഫൈസിയുടെ മൈക്ക എന്തായാലും അമ്പലക്കടവ് അമീദ് ഫൈസിയുടെ ആ സ്വഭാവം കാണിക്കാതിരിക്കില്ലല്ലോ. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അദ്ദേഹത്തിന് മറുപടി പറയുന്നതിന് പകരം വക്കം മൗലവിയും കെ എം മൗലവിയും തലയിക്കെട്ട് കെട്ടിയതും തലയിക്കെട്ട് പിന്നെ മുജാഹിദുകൾ സുന്നത്തല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നതും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് വലിച്ചു കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഈ സുഹാബികളെ നമ്മൾ നഖശികാന്തം എതിർക്കാനുള്ള കാരണം. അപ്പോൾ തുടങ്ങുമ്പോൾ സൂക്കേട് തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, കുറച്ചാണ് തുടങ്ങുക. പിന്നെ അതിന് എതിർപ്പ് വരുമ്പോൾ ആ സൂക്കേട് മൂർധന്യ ദശയിലെത്തുകയാണ് ചെയ്യുക. തുടർന്നും അദ്ദേഹം ഇതേപോലെ നിരവധി വാചക കസരത്തുകൾ നടത്തി. പിന്നെ ഇമാം നവവിയുടെ ഇബാറത്തിനൊക്കെ ഗണ്ണനമായിക്കൊണ്ട് റംലിയുടെ ഇബാറത്ത് കൊണ്ടുവരികയാണ്. ഇപ്പൊ ബാക്കവി പറഞ്ഞത് ഇമാം നവവിയുടെ വാക്കുകളാണല്ലോ, അപ്പോൾ അതിന് ഗണനം എന്ന രീതിയിൽ റംലിയുടെ ഇബാറത്തെ കൊണ്ടുവന്ന് സംസാരിക്കുകയാണ് അദ്ദേഹം തുടർന്ന് ചെയ്യുന്നത്. അപ്പോ ഇമാം നവവിക്ക് മറുപടി ആയിക്കൊണ്ട് റംലിയുടെ ഇബാറത്തൊക്കെ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഷജറക്കുറ്റിയുടെ മരക്കുറ്റിയുടെ പിന്നെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നിങ്ങൾ ശ്രോതാക്കൾ മനസ്സിലാക്കുക. ഇപ്പോ നമ്മൾ ഇമാം നവവി പറഞ്ഞു എന്ന് പറഞ്ഞ് ബാക്കവി പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയിൽ നിന്ന് കേൾക്കാം. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതവോടെ പെരുമാറണം, ഖബർ ചുംബിക്കരുത്, ഖബർ തടകരുത് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ഈവാഹിൽ വിവരിച്ചു. അതാ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട, ഇന്നത്തു സാരിഖീൻ കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതവോടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് അതും കൈ നിസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ, നീ ഖബർ തൊടാൻ പോകണ്ട, നീ ഖബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബവി അവിടെ പറഞ്ഞൊരു വാചകമാണ്, ഓ മനുഷ്യ, ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന്. സഹോദരങ്ങളെ, ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വളരെ വ്യക്തമായി അത് വിശദീകരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമാം നബവിയുടെ ഇബാറത്തിൽ കൃത്യമായും വ്യക്തമായും വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വളരെ വ്യക്തമായി പഴയ പ്രഭാഷണമാണ് അതിൽ പറയുന്നുണ്ട്. അതേ കാര്യം തന്നെയാണ് മറ്റൊരു രൂപത്തിൽ ആര് പറയുന്നത്, നമ്മുടെ ബാക്കവി മൊഹീനുദ്ദീൻ ബാക്കവി എന്ന് പറയുന്ന മുസ്ലിയാർ പറയുന്നത്. അതിന് മറുപടിയായിക്കൊണ്ടാണ് അദ്ദേഹം കുറച്ച് വാചക കസരത്തുകൾ നടത്തി റംലിയുടെ ഇബാറത്ത് കൊണ്ടുവരുന്നത്. ഇനി നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു പുസ്തകം എന്താണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅ നേർവഴിയുടെ പാഠം, ഒരു സംഘം ലേഖകർ, തറാഹി, കുത്തുബ, നേർച്ച ഇങ്ങനെ തുടങ്ങി ചില വിഷയങ്ങളൊക്കെ പറയുന്ന പുസ്തകത്തിന്റെ 2ാം ഭാഗമാണ്. ഇതിൽ മക്ബറ ചുംബിക്കൽ എന്ന ഹെഡിങ്ങിന് താഴെ ഹജറുൽ അസ്വദും റുക്കുനുൽ യമാനിയും ഒക്കെ തവാഫിന്റെ വേളയിൽ ചുംബിക്കൽ അനുവദനീയവും സുന്നത്തുമായതുപോലെ മഹാന്മാരുടെ ഖബറും അവരുമായി ബന്ധപ്പെട്ട വസ്തുക്കളും ചുംബിക്കൽ പുണ്യകർമ്മമാണെന്ന് മുസ്ലിം ലോകത്തിന്റെ ഇജ്മ ആണ്. നേരത്തെ നമ്മൾ ഇമാം നവവിയിൽ നിന്ന് എന്താണ് വായിച്ചത്, അത് കൃത്യമായി നമ്മുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സംസാരവും അതുപോലെ തന്നെ ബാക്കവിയുടെ ലേഖനവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇവിടെ ഇജ്മ ആണെന്നാണ് പറയുന്നത്. എന്നിട്ടോ സിയാറത്ത് ചെയ്യുന്നവർ ഖബർ ചുംബിക്കുന്നതും തൊട്ടുമുത്തുന്നതും ബർക്കത്ത് ഉദ്ദേശിച്ചാണെങ്കിൽ അത് അനുവദനീയമാണെന്ന് ഇമാം റംലി പറയുന്നു. ഫത്താവ റംലി 4/102. ഇനിയോ, ജാറങ്ങളിൽ തിക്കും തിരക്കും ഉണ്ടാവുന്ന സമയത്ത് കൈകൊണ്ടോ മറ്റോ ചൂണ്ടി ചുംബിക്കുന്നത് ഒരു വിരോധവുമില്ലെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ റംലിയുടെ വാദം ഇങ്ങനെയാണ്. പക്ഷെ ഇമാം നവവി പറഞ്ഞത് എന്താണ്, ഷാഫി മദ്ഹബിലെ കാരണവരായ ഇമാം നവവി പറഞ്ഞത് എന്താണ്, അത് തെറ്റാണ് എന്നാണ്. അതിനെക്കുറിച്ചാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത്. ഇമാം നവവിക്ക് മറുപടി ആയിക്കൊണ്ടാണ് റംലിയുടെ ഇബാറത്തുമായി ആര് വന്നത്, മരക്കുറ്റി വന്നത്. സഹോദരങ്ങളെ, ഈ വാദങ്ങളൊക്കെ ഇമാം നവവിയുടെ വാദങ്ങളെ ശരിവെച്ചുകൊണ്ട് സമസ്തക്കാരുടെ തന്നെ നിരവധി പുസ്തകങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
അതായത് ഈ ഖബറിന് തൊട്ടുമുത്തുന്നതും ചുംബിക്കുന്നതും തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഷാഹുൽ ഹമീദ് ബാക്കവി ശാന്തപുരം എഴുതിയ അഹമ്മദ് റസാഖ് ഖാൻ ബറൈൽവി SYS ബുക്സ് ഇറക്കിയ പുസ്തകമാണ്. അതിന്റെ 34-ാമത്തെ പേജ്, അതേപോലെ തന്നെ 35-ാമത്തെ പേജിൽ വളരെ കൃത്യമായി ഈ വിഷയം പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? ഫത്താവ റസ്വിയയിൽ അഹ്ല ഹസ്രത്ത് റഹിമഹുല്ല ഖബറുകൾ ചുംബിക്കുന്നതിനെ പോലും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഖബറുകൾ ചുംബിക്കുന്നതിനെ കർശനമായി അദ്ദേഹം നിരോധിച്ചിട്ടുണ്ട്. പ്രബലമായ അഭിപ്രായത്തിൽ ഖബറുകൾ ചുംബിക്കുന്നതിന് വിരോധിക്കപ്പെട്ട കാര്യമാണ്. പ്രബലമായ അഭിപ്രായത്തിൽ ഖബറുകൾ ചുംബിക്കുന്നത് വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. മുല്ല അലിയുൽ കാരി റഹിമഹുല്ലയുടെ ഐനിയുടെ ഷറയിൽ ഇതുണ്ട്. മുല്ല അലി കാരി റഹിമഹുല്ലയുടെ ഐനിയുടെ ഷറയിലും ഇതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ടോ ഖബറുകളെയും അതിന്റെ മുകളിലുള്ള പൊടിപടലങ്ങളെയും ചുമരുകളെയും സ്പർശിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന് പോലും ഇത്തരം വിരോധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മറ്റു ജനങ്ങളുടെ ഖബറുകൾ എങ്ങനെ തൊടും? അതുകൊണ്ട് തന്നെ ചുംബിക്കാനും പാടില്ല. കാരണം അത് സ്പർശനത്തെക്കാൾ മേലെയാണ്. അത് കൂടുതൽ വിരോധിക്കേണ്ടതുമാകുന്നു. ഫത്താവ റസ്വിയ ഭാഗം 10 ആദ്യ പകുതി പേജ് 66, രണ്ടാം പകുതി പേജ് 157-157-ാമത്തെ പേജ്. തുടർന്നും നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. സ്ത്രീകൾ സിയാറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. ഇവിടെ വളരെ കൃത്യമായി പ്രവാചകന്റെ ഖബറിൽ പോലും ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ സാധാരണക്കാരന്റെ പിന്നെ എങ്ങനെ ചെയ്യും? പിന്നെ ചുംബിക്കുക എന്ന് പറയുന്നത്, തൊടുന്നത് പോലും തെറ്റാണ് എന്ന് പറയുമ്പോൾ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഗൗരവമുള്ളതാണ് എന്ന് വരെ ഇവിടെ പറയുന്നതായി നമ്മൾ കണ്ടു. ഇനി നമുക്ക് മറ്റൊരു പുസ്തകത്തിലേക്ക് കടക്കാം. അൽ ഹജ്ജ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അൽ ഹജ്ജ് എന്ന് പറയുന്ന പുസ്തകമാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ SYS ബുക്സ് തന്നെയാണ് ഇതും ഇറക്കിയിട്ടുള്ളത്. ഇതിന്റെ 260-61 പേജിൽ എന്താണ് പറയുന്നത്? അവിടുത്തെ ജീവിതകാലത്തെന്ന പോലെ വളരെ ഭക്തിയാദരവോടെ മാത്രം പെരുമാറണം. ഖബറിന് തൊടലും ചുംബിക്കലും അദബുകേടാണ്, അത് ചെയ്യരുത്. വിവരമില്ലാത്ത ചിലർ കാട്ടിക്കൂട്ടുന്ന അനാവശ്യമായ വിക്രിയ ഉപേക്ഷിക്കണം. ഖബർ ഷെരീഫിനു സമീപമുള്ള ചുവരുകളും മറ്റും തൊട്ട് ചുംബിക്കുക, നെറ്റി അമർത്തിവെച്ച് ഉച്ചത്തിൽ നിലവിളിക്കുക, മദീനയിലെ മക്ബറുകളിൽ നിന്നും മണ്ണ് വാരി കൊണ്ടുപോകുക, ബഖീന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ആർത്തട്ടഹസിക്കുക, ഇവയെല്ലാം അനാചാരങ്ങളും വർജിക്കേണ്ടതുമാണ്. ആരാണ് എഴുതുന്നത്? സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഒരേ ആദർശത്തിന്റെ ആളുകളാണ് AP സമസ്തക്കാരും EK സമസ്തക്കാരും എന്ന് കാസർഗോഡ് മുജാഹിദുകൾക്ക് മറുപടി പറയാൻ, മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ ഒരു പ്രഭാഷണത്തിന് മറുപടി പറയാൻ എന്ന രീതിയിൽ 2 തവണ വന്ന ആളുകളാണ് 2 ഭാഗത്തുള്ള മുസ്ലിയാക്കന്മാർ. MT അബൂബക്കർ ദാരിമിയും അതുപോലെ തന്നെ വഹാബ് സക്കാഫിയും, അങ്ങനെ പല മുസ്ലിയാക്കന്മാരും. അവിടെ അവർ പ്രഖ്യാപിച്ച വാദം എന്താണ്? ഞങ്ങൾക്ക് സംഘടന വേറെ വേറെയാണെങ്കിലും ഒരേ ആദർശമാണ് എന്നാണ്. ഇവിടെ മരക്കുറ്റി മുസ്ലിയാര് പറഞ്ഞത് നമ്മൾ കേട്ടു. ഇതേ വാദം ഉന്നയിക്കുന്ന പല മുസ്ലിയാക്കന്മാരെയും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ കൃത്യമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അത് തെറ്റാണ് എന്ന് തന്നെ സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും അത് തെറ്റാണ് എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ വായിച്ച പുസ്തകത്തിലും അത് തെറ്റാണ് എന്നാണ് സമർത്ഥിക്കുന്നത്. സമസ്തയുടെ പുസ്തകങ്ങളിൽ നിന്നാണ് പലതും നമ്മൾ വായിച്ചത്. ആ പുസ്തകത്തിന്റെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതൊന്നും ഇന്നലെയും മിനിയാന്നും ഒന്നും ഇറങ്ങിയ പുസ്തകമല്ല എന്ന്. കുറെ കാലങ്ങളുടെ പഴക്കമുണ്ട് അതിനൊക്കെ. 2001 ഇറങ്ങിയ പുസ്തകമാണല്ലോ നമ്മൾ അവസാനം വായിച്ചത്. അപ്പോൾ സമസ്തക്കാരുടെ EK വിഭാഗത്തിനുള്ളിലെ പിളർപ്പല്ലുണ്ടാകുന്നതും കാലങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയതാണ്. എന്തായാലും അത് ഉറപ്പാണ്. ഈ പറയപ്പെട്ട വിഷയങ്ങളിലൊക്കെ അവർ കോട്ടിങ്ങായി കൊടുത്തതൊക്കെ എന്താണ് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഇമാം നവവിയാണ് ഉദ്ധരിച്ചത്. മരക്കുറ്റി മുസ്ലിയാർ മറുപടി എന്ന രീതിയിൽ പറഞ്ഞ ബാക്കവി, മുഹീനുദ്ദീൻ ബാക്കവി, അദ്ദേഹം ഇമാം നവവിയുടെ ഇബാറത്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഇമാം നവവിയുടെ ഇബാറത്തിന് മറുപടി ആയിക്കൊണ്ടാണല്ലോ മരക്കുറ്റി വന്നത്. അപ്പോൾ മരക്കുറ്റിയുടെ ഒക്കെ നിലവാരം നമ്മൾ മനസ്സിലാക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ്. നമ്മൾ കൃത്യമായി വിഷയങ്ങൾ പഠിച്ചില്ല എങ്കിൽ നമ്മൾ പിഴച്ചവരുടെ കൂട്ടത്തിലാണ് പെടുക. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്ധമായ മുജാഹിദ് വിദ്വേഷം മാറ്റിവെച്ചുകൊണ്ട്. മുജാഹിദുകൾ പറയുന്ന പല വാദങ്ങളും ഇപ്പോൾ സമസ്തക്കാരുടെ വായിലൂടെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാവമാണ് ഷിർക്ക്. ഇത് ഷിർക്ക് നമ്മളിലേക്ക് വരാൻ വേണ്ടി പാടില്ല. അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി
അതിന്റെ ഗൗരവം നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഉസ്താദിന്റെ പ്രഭാഷണം തന്നെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് പോകാം. നീട്ടിപ്പരത്തി വായത് പറയുന്ന മുസ്ലിയാരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. നബി സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നാമത് ശിർക്ക് ബില്ലാഹ്, അല്ലാഹുക്ക് ശിർക്ക് ചെയ്യല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി അസുഖത്തിന്റെ പീഡയിൽ ഞെരുവിരി കൊള്ളുമ്പോ, പ്രവാസ ലോകത്തേക്ക് പോയ പൊന്നുമോന് ജോലിയില്ലാതെ പ്രയാസപ്പെടുമ്പോ, ആരെങ്കിലും പറഞ്ഞത് കേട്ട് നേർച്ചകൾ അല്ലാഹുക്ക് പോലും പൊറുക്കാത്ത നേർച്ചകൾ ചെയ്യുന്നവരെ, മഹാന്മാരായ ഔലിയാഇന്റെ സുഹാബിന്റെ കബറുകളിൽ പോയി ആ കബറുകളിൽ കെട്ടിവീണ് സുജൂദ് ചെയ്യുന്നവരെ, ആ കബറിന്റെ അടുത്ത് വിളക്ക് കത്തിച്ചു വെക്കുന്നവരെ, ആ കബറ് തൊട്ടുമുത്തുന്നവരെ, നമുക്കതിന് അല്ലാഹു അനുവദിച്ചിട്ടില്ല മോനെ. അല്ലാഹുവിന് മുമ്പിൽ അർപ്പിക്കേണ്ട ആരാധന മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പൊന്നാനിയിൽ പോകുന്നവരുണ്ടല്ലോ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കാണാൻ പോകുന്നവരുണ്ടല്ലോ, മമ്പുറത്ത് മഹാനായ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കാണാൻ പോകുന്നവരില്ലേ, ആ മഹത്തുക്കളുടെ ഖബറിടത്തിൽ പോയി സുജൂദ് ചെയ്യാ. എങ്ങാനും തുനിഞ്ഞു പോയാ പെങ്ങളെ, നിന്റെ മകന് ഉയർന്ന വിദ്യാഭ്യാസം കിട്ടാ, അതേ എൻട്രൻസിൽ ഉയർന്ന മാർക്ക് കിട്ടാ, SSLC നല്ല പഠിത്തം കിട്ടാ, അതേ +2 നല്ല മാർക്ക് കിട്ടാൻ A+ കിട്ടാ, അല്ലാഹുക്ക് പൊറുക്കാത്ത ഭാവങ്ങളിലേക്ക് നിന്ന് കമഴ്ന്നു വീഴുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ അടിവരയിട്ട് പറയുകയാണ്, ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് ഒരു പാപമല്ല, അത് പാതകമാണ്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം. നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഒറ്റയടിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.